പാവപ്പെട്ട ഒരു ട്രക്ക് ഡ്രൈവർ യുവാവ് അർജുൻ എവിടെയാണ് എന്നറിയാതായിട്ട് 7 ദിവസം കഴിഞ്ഞിരിക്കും. നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഗംഭീരമായി അത് ഫോളോ അപ്പ് ചെയ്യുന്നു. പക്ഷെ അർജുനെ മാത്രം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അർജുനെ മാത്രമല്ല, അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയും കണ്ടെത്തിയിട്ടില്ല. നമ്മൾ അതിന്റെ ദൃശ്യങ്ങളൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. കർണാടകയിലെ അങ്കോള എന്ന് പറയുന്ന ജില്ലയിൽ ഒരു ഘാട്ട് റോഡിൽ, മലയോട് ചേർന്നുള്ള ഒരു റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ലോറിക്ക് മേലേക്ക് വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീണ്, ലോറി മാത്രമല്ല, ആ പ്രദേശം മാത്രമല്ല, തൊട്ടടുത്തൊഴുകുന്ന പുഴയിലേക്ക് മനുഷ്യർ അടക്കം ഒരുപാട് പേർ മരിച്ചിട്ടുണ്ട്. അവിടെ കടയുണ്ടായിരുന്നു എന്ന് പറയുന്നു, അത് ഒലിച്ചുപോയി. അങ്ങനെയുള്ള ഒരു വലിയ സംഭവം നടന്നിട്ട് 7 ദിവസം കഴിയുമ്പോഴും ആ ലോറി പോലും കണ്ടെത്താനായിട്ടില്ല എന്ന് പറയുമ്പോൾ എവിടെയോ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കർണാടക വിഭാഗത്തിൽ, കർണാടകയുടെ പോലീസ് ഫയർഫോഴ്സ് വിഭാഗത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നൊരു പരാതി കുടുംബത്തിനുണ്ട്. അവർ പലവട്ടം പറഞ്ഞിട്ടും FIR ഇട്ടില്ല, തുടങ്ങിയ തർക്കങ്ങളുണ്ട്. അതിന് നിയമപരമായ തർക്കങ്ങൾ അവിടെ നടക്കട്ടെ. നമുക്ക് ആവശ്യം ആ യുവാവിൻ്റെ സ്ഥിതി അറിയാൻ. അതിനാണ് വീട്ടുകാരൊക്കെ കാത്തിരിക്കുന്നത്. പരസ്പരം കുറ്റപ്പെടുത്തുന്നതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. 140 മീറ്റർ അല്ലെങ്കിൽ 500 മീറ്ററിൽ താഴെയുള്ള ഒരു തോട്ടിൽ ഒരാൾ പോയിട്ട് 3 ദിവസം തെരഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ ആമയിഴഞ്ഞ തൊട്ടുള്ള ഒരാളെ കിട്ടിയത്. അത് ഇതുപോലെ മലയിടിഞ്ഞതൊന്നുമല്ല. നമുക്ക് പെട്ടിമുടി അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് പെട്ടിമുടിയിലെ ശരീരം എല്ലാം കിട്ടിയത്. ഇപ്പോഴും എല്ലാം കിട്ടിയൊന്നും ആർക്കും അറിയില്ല. അതുപോലെ മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ വലിയ തോതിലുള്ള ഉരുൾപൊട്ടലുണ്ടായി. കുറേ വീടുകളും ആളുകളും ഒക്കെ നശിച്ചുപോയി. എല്ലാവരെയും കിട്ടിയോ എന്ന് ഇപ്പോഴും അറിയില്ല. അതിൻ്റെയൊക്കെ 10ഓ 100ഓ മടങ്ങ് വലിയ മലയിൽ നിന്നാണ് അങ്കോലയിൽ ഈ പറഞ്ഞ സ്ഥലത്ത് ഇടിവുണ്ടായിട്ട്. അവിടെ നമ്മൾ ആ ദൃശ്യം കണ്ടാൽ തന്നെ അറിയാം, വലിയ തോതിൽ മണ്ണ് താഴേക്ക് വന്നു. അത് മഴയുമായി ബന്ധപ്പെട്ടാണ്. മാത്രമല്ല, അതിശക്തമായ മഴ ആ ദിവസവും അതിനടുത്ത ദിവസങ്ങളിലും ഒക്കെ ഇന്നും കുറേശ്ശൊക്കെ ഉണ്ടെന്ന് പറയും. മഴയുണ്ടാകുമ്പോൾ തീർച്ചയായും 2 ഭീതിയുണ്ട്. ഒന്ന്, തിരച്ചിലിന് ബുദ്ധിമുട്ടുണ്ടാവും മഴയുണ്ടാകുമ്പോൾ. 2, അവിടേക്ക് ചെല്ലാൻ പറ്റില്ല, ഇനി ഇടിയില്ല എന്ന് യാതൊരു ഉറപ്പുമില്ല. ഇനിയും അതുപോലൊരു ഇടിച്ചിൽ വരികയാണെങ്കിൽ തിരയാൻ ചെന്ന ആളുകളെ പോലും കാണില്ല. ആ ഫയർഫോഴ്സിന്റെയും അതുപോലെ പിന്നീട് വന്ന NDRFിന്റെയും ഒക്കെ സംഘങ്ങൾ പറഞ്ഞ ഒരു പ്രധാന കാര്യം അതാണ്. ഇനിയും ഇടിയില്ല എന്ന് യാതൊരു ഉറപ്പുമില്ല, മഴയുണ്ട്. തൊട്ട് താഴെ വളരെ ആഴത്തിലുള്ള ഒരു ഇറക്കവും അതിനുശേഷം പുഴയുമാണ്. കുറെ ശരീരങ്ങൾ പുഴയിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ പുഴയിൽ പോയിട്ടുണ്ടോ എന്നൊന്നുമില്ല. ഏറ്റവും ഒടുവിൽ ഇന്ന് നമ്മൾ റിപ്പോർട്ട് കിട്ടുമ്പോൾ അവിടുത്തെ മണ്ണ് ഏതാണ്ട് 90% നീക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ലോറിയുടെ യാതൊരു ലക്ഷണങ്ങളുമില്ല. റഡാർ പരാജയപ്പെട്ടു. റഡാർ വന്ന് നോക്കിയിട്ട് കിട്ടുന്നില്ല. സൈന്യം തന്നെ ഇപ്പോൾ നേരിട്ട് 2 ദിവസത്തിലേറെയായി സൈന്യം തന്നെ അതിന്റെ പിന്നാലെ. തീർച്ചയായും എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഇന്ത്യയുടെ സൈന്യം അത്ര ശക്തിയുള്ളതാണ്, അവരത് കണ്ടെത്തും എന്നതിൻ്റെ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഏറ്റവും ഒടുവിൽ കളക്ടർ പറഞ്ഞു നമ്മൾ കേട്ടത്, മണ്ണിനടിയിലായിരിക്കില്ല ലോറി, ഒരുപക്ഷെ ഒലിച്ചു പോയിട്ടുണ്ടാവാം എന്നാണ്. അതും നമുക്കറിയില്ല. എന്തായാലും ഇത് നൽകുന്ന നിരവധി സൂചനകളും. ഒന്ന്, വലിയ തോതിലുള്ള മഴയും കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായി ഉണ്ടാവുന്നു. അതുകൊണ്ട് ഏത് ചെരുവിലും മണ്ണിടിയാം എന്ന അവസ്ഥയുണ്ട്. അത് അതിവർഷം വരുമ്പോൾ അത് ക്വാറികളുടെ വിഷയം കൊണ്ടാവാം. കേരളത്തിൽ ഇപ്പോൾ ഇതാ ഒരു ക്വാറി താഴ്ന്നു പോയിരിക്കുന്നു. കൂട്ടിക്കൽ പോലെയുള്ള സ്ഥലങ്ങളിൽ ക്വാറിയിൽ നിന്നാണ് അവിടെ ആളുകളുടെ 22 പേർ മരിച്ചത് എന്ന് നമുക്കറിയാം. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ഖനന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്തരം ഘാട്ട് പ്രദേശങ്ങളിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകൾ ഇതിൽ നിന്ന് തീർച്ചയായും കിട്ടുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം വളരെ ഉയരത്തിലാണ് ആ മല നമുക്ക് കണ്ടാൽ. അതിനു മീതെ വലിയ തോതിൽ മഴ പെയ്യുമ്പോൾ വെള്ളം താഴേക്ക് ഇറങ്ങുകയും വെള്ളം ഈ മണ്ണിനെ വേർപെടുത്തുന്ന തരത്തിൽ, ഒരുപക്ഷെ പാറയുണ്ടെങ്കിൽ പാറ, ഇല്ലെങ്കിൽ അതിനെ വേർപെടുത്തുന്ന തരത്തിൽ വലിയ തോതിൽ വെള്ളം ഇറങ്ങിയാൽ, വെള്ളം വളരെ വെയിറ്റുള്ള സംഗതിയാണ്, മണ്ണിനേക്കാൾ ഡെൻസിറ്റി കൂടിയതാണ്. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ മണ്ണും വെള്ളവും എല്ലാം കൂടി താഴേക്ക് പോരും. അതിൻ്റെ കൂടെ മരവും, അതിൽ വീടുണ്ടെങ്കിൽ വീടും എല്ലാം കൂടി പോരും. അങ്ങനെ പോരുന്ന അവസ്ഥ ആണ് അവിടെ ഉണ്ടായത്. നമുക്ക് അതിലെ രക്ഷാപ്രവർത്തനത്തിലെ കുറ്റങ്ങളെ കുറിച്ച് നമ്മൾ തർക്കിക്കുന്നതിന് മുമ്പ്, സാധാരണഗതിക്ക് അവിടെ ആക്സസിബിൾ അല്ലാത്ത ഒരു സ്ഥലമാണ്, മഴയുണ്ട്, അതൊക്കെ അവൻ പറയാം. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം ഇത്തരം നിർമ്മാണ പ്രവർത്തികളെ സംബന്ധിച്ച് പുനരാലോചന ആവശ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്.
ഇപ്പൊ കേരളത്തിൽ നിരവധി ഘാട്ട് റോഡുകൾ നമ്മൾ ഇതുപോലെ പണിതിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാപ്പ് റോഡ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ ഘാട്ട് റോഡുകളിൽ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം അടിമാലിയിൽ, അതുപോലെ നേര്യമംഗലത്ത്, അതുപോലെ നിരവധി ഇടങ്ങളിൽ വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യത്തിന് ഇത്തവണ നമുക്ക് ജീവനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അറിയുന്നത്. അത് അറിയില്ല എങ്കിൽ പോലും ആ റോഡ് കുറെ സമയത്തേക്ക്, കുറെ ദിവസത്തേക്ക് ചിലപ്പോൾ ഗതാഗത യോഗ്യമല്ലാതെ വരും. മാത്രമല്ല ഇനിയും ഇടിയില്ല എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത രൂപത്തിലാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ. നമ്മുടെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ വെട്ടിയിറക്കി റോഡ് പണിയുമ്പോൾ മുകളിൽ നിന്ന് ഇടിഞ്ഞു വന്ന് ആ പ്രദേശം മുഴുവൻ കുഴപ്പത്തിലാക്കിയ അവസ്ഥയുണ്ട്. ഇപ്പൊ ചുരുക്കത്തിൽ അതിവർഷം ഒരു സാധ്യതയായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ നേരിടും, അതിന് അനുകൂലമായ തരത്തിൽ, അതിന് കുഴപ്പമുണ്ടാകാത്ത തരത്തിൽ വേണ്ടേ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ എന്ന ചോദ്യവും ഇതിൻ്റെ കൂടെയുണ്ട്. ഏതായാലും അർജുനന്റെ വിവരങ്ങൾ നമുക്ക് വൈകാതെ ലഭിക്കട്ടെ. ഒരുപക്ഷെ അദ്ദേഹം അതിൽ ഒലിച്ചുപോയി വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ എനിക്കൊരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. വെള്ളത്തിലാണ് അദ്ദേഹം പോയെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, രക്ഷപ്പെട്ടേക്കാം. മണ്ണിനടിയിലാണ് ഇത്ര ദിവസമെങ്കിൽ നമുക്ക് വലിയൊരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറയേണ്ടത്. പക്ഷേ വെള്ളത്തിലോ എങ്ങാനും ഒലിച്ചുപോയി ആണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. പക്ഷേ അതിൽ സാങ്കേതികമായി നമുക്ക് ചില തകരാറുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നു. ആ പ്രദേശത്തിൻ്റെ GPS ഭൂഗർഭ ചിത്രമെടുത്തപ്പോൾ, ഉപഗ്രഹ ചിത്രമെടുത്തപ്പോൾ ഈ അപകടത്തിന് മുമ്പും പിമ്പുമുള്ള ചിത്രങ്ങളുണ്ട്. അപകടം നടക്കുമ്പോഴുള്ള ചിത്രമില്ല ഇന്ത്യയുടെ ഭൂപട ഇതിൽ എന്നാണ്, മാപ്പിൽ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ അത് എടുത്തിട്ടുള്ള ഏജൻസികൾ പലരും കാണും, അവരാരെങ്കിലും സമീപിക്കണമെന്ന് പറയും. ഇതൊക്കെ ഏതെങ്കിലും സംശയമുണ്ടോ എന്നൊന്നും പറയാനല്ല ഞാനിത് പറയുന്നത്. നമ്മുടെ സാങ്കേതിക വിദ്യയുടെ എന്തെങ്കിലും പരിമിതികൾ ഇക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഇത് അവസാനത്തേതാവട്ടെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ഇന്നും കാലാവസ്ഥ അതിരൂക്ഷമാണ്, അതിലെ മഴയും അതുപോലെയുള്ള സംഗതികളും കാറ്റുമൊക്കെ എന്നതുകൊണ്ട് ഇനിയും ഇത് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ നമ്മുടെ സാങ്കേതിക വിദഗ്ധരും അതുപോലെ ഇപ്പോൾ സൈന്യവും NDRF-ഉം ഫയർഫോഴ്സും ഇവരൊക്കെ ഉണ്ട്. ഇതിലെല്ലാവരും ശ്രമിക്കണം. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത് പലയിടത്തും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്.